ടീച്ചിങ്ങിന് പോവാൻ നിൽക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ടോ എങ്കിലേ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ വീഡിയോ. ഒരുപാട് മെസ്സേജ് എനിക്ക് വരുന്നുണ്ട്. ഇപ്പോൾ 12th കഴിഞ്ഞിട്ട് ടീച്ചിങ്ങിന് പോകണം, ഏത് സബ്ജക്റ്റ് ആണ് ഞാൻ എടുക്കേണ്ടതെന്ന്. ഏത് സബ്ജക്റ്റ് ആണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് എടുക്കണം. അതായത് നിങ്ങൾക്ക് ഏതിലാണോ ഇൻട്രസ്റ്റ് ഉള്ളത് ആ സബ്ജക്റ്റ് വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ BCom റിലേറ്റഡ് കോഴ്സസിനൊക്കെ നമ്മൾ ടീച്ചിങ്ങിന് പോകാൻ നിൽക്കുന്നവർ BCom ഒക്കെ എടുക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ PG കഴിഞ്ഞ് MCom ഒക്കെ കഴിയുമ്പോൾ ഒരു സ്കൂളിൽ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. കാരണം കൊമേഴ്സ് എന്ന് പറയുന്നത് 11th 12th മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിന്റെ ആവശ്യം കുറവായിരിക്കും സ്കൂളുകളിൽ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് സ്കൂളുകളിലേക്ക് ടീച്ചിങ് പ്രൊഫഷനിലേക്ക് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒന്നല്ലെങ്കിൽ ഇംഗ്ലീഷ്, അല്ലെങ്കിൽ മലയാളം, മാത്തമാറ്റിക്സ്, സയൻസ് റിലേറ്റഡ് സബ്ജക്റ്റ്, ഇതുപോലെയുള്ള സബ്ജക്ട്സുകൾ നോക്കുകയാണെങ്കിൽ ജോലി കിട്ടാനായിട്ട് എളുപ്പമായിരിക്കും കേട്ടോ. സോ ഇതുപോലുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ട് മാത്രം ടീച്ചിങ് പ്രൊഫഷനിലേക്ക് പോവുക. ആൻഡ് 5 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സാണ്. എന്നിട്ട് വേണം ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും വലിയൊരു കോഴ്സാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പോവുക. ഡിഗ്രി പഠിച്ചിട്ട് പാതി വഴിയിൽ ഇട്ടിട്ട് പോകുന്ന ഒരുപാട് പേരെ എനിക്ക് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്തത്.